What's up guys, welcome back to Ride Out the Wave. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു ട്രാവൽ വ്ലോഗ് അല്ല, എന്നാലും ട്രാവൽ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെന്റിന്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരു ടെന്റ് മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ കാണണം, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ടെന്റ്. ഇതാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇരിക്കുന്ന ടെൻ്റ് എന്ന് പറയുന്നത് കൊച്ചുവയുടെ ഫ്രഷ് ആൻഡ് ബ്ലാക്ക് വേരിയൻ്റ് ആണ്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. എന്നാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ടെൻറ്റ്. കൊച്ചുവയുടെ ഒരു 3% ടെൻ്റാണത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ എന്തൊക്കെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നതാണ് ടെൻ പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാർബൺ മെയ്ഡ് പോൾസാണ്. ഇത് സെപ്പറേറ്റ് പാർട്സ് ആണ്. അപ്പം ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തുകൂടി ഒരു ഇലാസ്റ്റിക് റോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെയെന്ന് പറയുന്നത് ഇതാണ് പെഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻറ്റ് വിൻഡുള്ള ഏരിയയിലൊക്കെ നമ്മൾ ടെൻറ്റ് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ടെൻറ്റിൻ്റെ 4 സൈഡിലായിട്ട് ഇത് കൊടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. പിന്നെ കൂടുതൽ വിൻഡുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു റോപ്പ് ഉപയോഗിക്കാം. ഇതിന് പറയുന്നത് ഗിയർ റോപ്സ് എന്നാണ്. അപ്പം ഇതാണ് ടെൻറ്റിനകത്തുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം. അപ്പം നമുക്കിന്ന് പിച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ടെൻറ്റിൻ്റെ ഒരു ഇന്നർ പോർഷൻ നമ്മൾ പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെൻറ്റിന് മെയിനായിട്ട് 2 ടെൻ പോളാണുള്ളത്. ടെൻറ്റിൻ്റെ സ്ട്രക്ചറിന് വേണ്ടി 2 ടെൻ പോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെൻറ്റിൻ്റെ 4 കോർണറിലായിട്ടും ടെൻ പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ട്. നമ്മൾ അതിലേക്ക് 2 ടെൻ പോളും കൂടെ കണക്ട് ചെയ്യുകയാണ്. പിന്നെ മെയിൻലി അതിൻ്റെ കണക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ടോപ്പിലുള്ള ഒരു ഹുക്കുണ്ട്. നമ്മൾ ആ ഹുക്ക് ടെൻറ്റിൻ്റെ 10 പോളിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 4 സൈഡ് കോർണറിലായിട്ടും ഇതുപോലത്തെ ഹുക്ക് വരുന്നുണ്ട്. 2 ഹുക്ക് വരുന്നുണ്ട്. നമ്മൾ ടെൻറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ആ 4 കോർണറിലും ആ ഹുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ ടെൻറ്റിന് 2 ഡോറാണുള്ളത്. 2 സൈഡിലായിട്ടും വെൻറ്റിലേഷൻ ഉണ്ട്. ചെറിയൊരു വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ സിബാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അകത്തുനിന്നും പുറത്തുനിന്നും നമുക്ക് ഈ സിബ് ഉപയോഗിച്ച് നമുക്ക് ടെൻറ്റിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ ടെൻറ്റിൻ്റെ ഇന്നർ പോർഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഔട്ടറും കൂടെ വരുന്നിട്ടുണ്ട്. ഒരു UV ലൈറ്റ് പൊട്ടറ്റോട് കൊണ്ടിട്ടുള്ള ഒരു ഔട്ടറാണ്. കൂടാതെ ഒരു വാട്ടർ പ്രൂഫും കൂടിയിട്ടാണ്. വലിയ മഴയൊന്നും പെയ്താലും നമുക്ക് വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളിട്ടൊരു ഔട്ടറാണ്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് പിച്ച് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ ഈ പെഗിൻ്റെയും റോപ്പിൻ്റെയും കാര്യം പറഞ്ഞു. നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഈ പെഗിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡുള്ള ഏരിയയിലൊക്കെ നമ്മൾ ഈ ടെൻറ്റിൻ്റെ 4 കോർണറിലായിട്ട് ഈ പെഗ് നമ്മൾ പിച്ച് ചെയ്യുവാണെങ്കിൽ വിൻഡിനെ പ്രതിരോധിക്കാൻ കഴിയും. അപ്പം അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഈ റോപ്പ് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ടെൻറ്റിൻ്റെ 4 മൂലയ്ക്കായിട്ടും ഇതുപോലത്തെ ഹുക്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഹുക്കിൽ കണക്ട് ചെയ്ത് വേറൊരു പെഗ് ഉപയോഗിച്ച് നമുക്ക് ഈ ടെൻറ്റ് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് നിർത്താവുന്നതാണ്. അപ്പോൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും കാറ്റിൽ നിന്നൊക്കെ. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ള കിട്ടുന്ന ഈ പെഗ്സും റോപ്സും. ഗൈസ്, ഇതാണ് അതിൻ്റെ ഔട്ടർ ഡോർ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഇന്നറിനകത്ത് ഒരു ഹുക്ക് പോലെ സംഭവം ഉണ്ടാവും.
അത് ഉപയോഗിച്ച് നമുക്ക് ഇവിടെയായിട്ട് കണക്ട് ചെയ്യാം. അപ്പം അതവിടെ നിന്ന് സ്റ്റക്കായിട്ട് വന്നോളും. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ ടെൻറ്റ് ഫുള്ള് പിച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ക്വിച്ചുവയുടെ ഒരു 3% ടെൻറ്റാണിത്. അതിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞു വരുന്നത് ഏകദേശം ഞങ്ങളുടെ സൈസുള്ള ആൾക്കാരൊക്കെയാണ് 4 പേർക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഔട്ടർ എന്ന് പറഞ്ഞത് ഒരു വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ്. കൂടാതെ UV ലൈറ്റ് പ്രൊട്ടക്റ്റഡോട് കൂടിയിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ്. അതുകൊണ്ട് മഴയോ വെയിലോ ഒന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഞങ്ങൾ ഈ ടെൻറ്റ് മേടിച്ചതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാമ്പിംഗ് ചെയറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രൊഡക്റ്റും നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ്. ഏകദേശം 110 കിലോയോളം വെയിറ്റൊക്കെ താങ്ങാൻ ശേഷിയുള്ളൊരു ചെയറാണിത്. ഈ ടെൻറ്റിന് ഞങ്ങൾ കോട്ടയം തെക്കാത്തലയിൽ നിന്ന് മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഓഫർ റേറ്റ് എന്ന് പറയുന്നത് 4000 സംതിങ് ആണ്. ഈ ക്യാമ്പിംഗ് ചെയറിൻ്റെ റേറ്റ് വരുന്നത് 400 ഈ 2 പ്രൊഡക്റ്റും ഞങ്ങൾ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ മുടക്കിയ കാശിന് ഏതായാലും നല്ല ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ഗൈസ്. ബൈ ബൈ.